ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവില്ല ഈ പിന്നെ വെളിയം ഭാർഗവൻ്റെ കാലം എന്ന് പറയുന്നത്. വെളിയം ഭാർഗവൻ ഒരു പിന്നെ ബാഗുമായിട്ട് നേരെ AK സെൻറ്ററിൽ പോയിട്ട് തിരിച്ചു വരുന്നത് മുഴുവൻ എപ്പോഴും പാർട്ടിയായിട്ട് വിയോജിക്കാനായിരുന്നല്ലോ. പല കാര്യത്തിനകത്തും ആശാൻ എന്നാണല്ലോ വിളിക്കുക. ആശാൻ വരുന്നത് കാത്താ മാധ്യമങ്ങൾ നിൽക്കുക. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും പിന്നെ വെളിയം ഭാർഗവൻ്റെ ഭാഗത്ത് നിന്നും. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് നമ്മൾ കാണുന്നത് കാനൻ രാജേന്ദ്രനാണ്. കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ചില വിയോജിപ്പുകൾ പറഞ്ഞിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കാനം കേട്ടിരുന്ന ഒരു പരാതി, പാർട്ടിക്കാരിൽ നിന്നുകൂടി കേട്ടിരുന്ന ഒരു പരാതി CPM കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. കോടിയേരി ബാലകൃഷ്ണനും പിന്നെ കാനൻ രാജേന്ദ്രനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, വ്യക്തിപരമായി തന്നെ നല്ല ബന്ധമായിരുന്നു. ആ അർത്ഥത്തിൽ ആ കോടിയേരിക്ക് അത് മറ്റെല്ലാ പാർട്ടി നേതാക്കളുമായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കോടിയേരിയെ പോലൊരു പാർട്ടി സെക്രട്ടറി ഇരിക്കുന്ന കാലത്ത് ഇത്തരത്തിൽ പാർട്ടി നേതാക്കളുമായി ഊഷ്മള ബന്ധം പുലർത്തിക്കൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടിയേരിക്ക് കഴിയുകയും ചെയ്തിരുന്നു. അത് വ്യക്തിപരമായ ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ LDF എന്ന് പറയുന്നത് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അത് വിളിച്ചു പറയുകയോ ഒന്നും ചെയ്യുന്ന മുന്നണിയല്ല. അതിൻ്റെ അർത്ഥം തന്നെ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ഗൗരവത്തോടുകൂടി കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പം ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും ദീർഘമായ ചർച്ച അതിനകത്ത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.